ജയിൽ ഡിഐജി വിനോദ് കുമാറിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളുമായി വിജിലൻസ്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായിട്ടുള്ള അണ്ണൻ സിജിത്തിന്റെയും കൊടി സുനിയുടെയും ബന്ധുക്കളിൽ നിന്ന് ഉൾപ്പെടെ കുപ്രസിദ്ധ കേസുകളിലെ തടവുകാരുടെ പരോളിനായി വിനോദ് ഗൂഗിൾ പേ വഴി പണം കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. 1,80,000 രൂപയാണ് ഓൺലൈൻ ഇടപാടുകളിലൂടെ വിനോദ് കുമാറിന്റെ അക്കൗണ്ടിൽ എത്തിയത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനോദിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്കാണ് ഈ പണം എത്തിയിട്ടുള്ളത് എന്നും വിജിലൻസ് സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ തന്നെ ആണ് ചേരുന്നത്. ഡാൻ, വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം, നമ്മുടെ പോലീസ് സംവിധാനം നമുക്ക് അഭിമാനകരമാകുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ ഇത്തരം ചില പുഴുക്കുത്തുകൾ ഉണ്ട്. അതാകട്ടെ, ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ എത്രമേൽ ക്രൂരമായൊരു കൊലപാതകമായിരുന്നു. അവർക്ക് ശിക്ഷ ലഭിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്ന് നമുക്കറിയാം. അവർ ഇടയ്ക്കൊക്കെ പരോളിലേക്ക് ഇറങ്ങുന്നു എന്നത് അടക്കം വലിയ വാർത്തയായ പശ്ചാത്തലം കൂടിയുണ്ട്. അതിനടക്കം കൈക്കൂലി വാങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങേയറ്റം നാണക്കേടല്ലേ പോലീസ് സംവിധാനത്തിനും കേരളത്തിനു പോലും? ജയിൽ ഡിഐജി വിനോദ് കുമാറിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളിലേക്ക് നയിക്കുന്ന തെളിവുകളാണ് വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. വിജിലൻസിന്റെ പൂജപ്പുരയിലെ SIU-1 സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1 നടത്തിയ പരിശോധനയിലാണ് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ശരിവെക്കുന്ന തെളിവുകൾ ലഭിച്ചിരിക്കുന്നത്. അതായത് ഗൂഗിൾ പേയിലൂടെ വിനോദ് കുമാറിന്റെ അക്കൗണ്ടിലേക്കും വിനോദ് കുമാറിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്കും കുപ്രസിദ്ധ തടവുകാർക്ക് പരോൾ ലഭിക്കുന്നതിനായി പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അത്തരത്തിലുള്ള പട്ടികയിൽ ടി.പി. കേസിലെ പ്രതികളായ കൊടിസുനിയും ടി.പി. കേസിലെ 6ാം പ്രതിയായ അണ്ണൻ സിജിത്തും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതായത് ഒന്നുകിൽ ഇവർക്ക് പരോൾ ലഭിക്കുന്നതിന് തൊട്ടു മുമ്പോ അതല്ല എങ്കിൽ പരോൾ ലഭിച്ചതിന് ശേഷമോ ഇവരുടെ ബന്ധുക്കൾ മുഖേനയോ സുഹൃത്തുക്കൾ മുഖേനയോ ആണ് ഈ അക്കൗണ്ടുകളിലേക്ക് ഇവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് ഡിഐജി വിനോദ് കുമാറിന്റെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് പണം എത്തിയിരിക്കുന്നത് എന്നാണ് കണ്ടെത്തൽ. അതോടൊപ്പം 2 ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരുടെ കയ്യിൽ നിന്നും ഒരു റിട്ടയർഡ് ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെ കയ്യിൽ നിന്നും സമാനമായ തരത്തിൽ പണം വാങ്ങിയിട്ടുണ്ട് വിനോദ് കുമാർ എന്നുള്ള ഗുരുതരമായ ഒരു കണ്ടെത്തൽ കൂടി വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് 1,80,000 രൂപ ഗൂഗിൾ പേയിലൂടെ വിനോദ് കുമാറിന്റെ മാത്രം അക്കൗണ്ടിലേക്ക് എത്തിയതിന്റെ വിവരങ്ങളാണ് വിജിലൻസ് ശേഖരിച്ചിരിക്കുന്നത്. സമാനമായ തരത്തിൽ വിനോദ് കുമാറിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്കും പണം എത്തിയിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെയെന്ന് വിജിലൻസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിലവിൽ FIR രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി വിനോദ് കുമാറിന്റെ ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ വിശദമായി ശേഖരിച്ചുകൊണ്ട് എത്ര കാലമായി ഇത്തരത്തിൽ പണം സ്വീകരിക്കുന്നുണ്ടായിരുന്നു തടവുകാർക്ക് പരോൾ അനുവദിക്കുന്നതിനു വേണ്ടി എന്ന് കണ്ടെത്തുന്നതിനുള്ള വ്യാപകമായ പരിശോധനയാണ് വിജിലൻസ് ആരംഭിച്ചിരിക്കുന്നത്. വിനോദ് കുമാറിനെതിരെ കടുത്ത നിയമ നടപടികളിലേക്കും വകുപ്പ് തല നടപടികളിലേക്കും വഴിവെക്കാവുന്ന ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഇപ്പോൾ വിജിലൻസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. യെസ്, എന്തായാലും ഈ കണ്ടെത്തലിൽ സ്വാഭാവികമായും നടപടികൾക്കുള്ള സാധ്യതയുണ്ടല്ലോ. ഒപ്പം ഇതിലെന്തെങ്കിലും വിശദീകരണമോ മറുപടിയോ ഒക്കെ ഉണ്ടോ ഈ പോലീസ് ഉദ്യോഗസ്ഥന്? അത്തരത്തിലൊരു വിശദീകരണവും വിനോദ് കുമാറിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനോദ് കുമാറിന്റെ പ്രതികരണത്തിനായി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതേസമയം കൃത്യമായ തെളിവുകളോടെയാണ് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നതെന്നാണ് വിജിലൻസ് ആസ്ഥാനത്ത് നിന്നടക്കം ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിനോദ് കുമാറുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി തേടി വിജിലൻസ് പരിശോധന തുടങ്ങിയത്. ആ പരിശോധനയിൽ വിനോദ് കുമാറിന്റെ ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങളടക്കം വിശദമായി പരിശോധിച്ചതിൽ നിന്നാണ് ഈ ഗുരുതരമായ കണ്ടെത്തലുകളിലേക്ക് വിജിലൻസ് എത്തിയിരിക്കുന്നത്. അതായത് പ്രധാനപ്പെട്ട കേസുകളിലെ പ്രതികൾക്ക് ജയിലിനുള്ളിൽ സുഖസൌകര്യങ്ങൾ ലഭിക്കുന്നതിനും അതോടൊപ്പം കൃത്യമായ ഇടവേളകളിൽ പരോൾ അനുവദിച്ച് പുറത്തിറങ്ങുന്നതിനും കൈക്കൂലി വാങ്ങിയിരുന്നു. വിനോദ് കുമാർ ഓൺലൈൻ ഇടപാടുകളിലൂടെ പണം കൈപ്പറ്റിയിരുന്നു എന്നാണ് കണ്ടെത്തൽ. അതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് 1,80,000 രൂപയുടെ വിശദാംശങ്ങൾ ഈ ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിനിടയിൽ വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എത്ര നാളായി ഇങ്ങനെ പണം കൈപ്പറ്റിയിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ പട്ടികയിലെ ഏറ്റവും കുപ്രസിദ്ധരായ 2 പേരാണ് ടി.പി. കേസ് പ്രതികളായ അണ്ണൻ സിജിത്തും അതോടൊപ്പം കൊടിസുനിയും. സമാനമായ തരത്തിൽ
മറ്റ് വലിയ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട് തടവ് ശിക്ഷ അനുഭവിക്കുന്നവർക്കും സമാനമായ തരത്തിലുള്ള സഹായം വിനോദ് കുമാറിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ. അതോടൊപ്പമാണ് 2 ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരുടെ കയ്യിൽ നിന്നുകൂടി പണം കൈപ്പറ്റിയിട്ടുണ്ട്. നിലവിൽ അവർ ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരാണ്. അവർ ഇദ്ദേഹത്തിന് പണം കൈമാറാനുണ്ടായ സാഹചര്യം എന്താണ്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ പക്കൽ നിന്ന് ഈ പണം കൈപ്പറ്റിയത്, ഇതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിശദമായ അന്വേഷണം എത്തും. മാത്രമല്ല ഇത് DIG വിനോദ് കുമാറിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ക്രമക്കേടാണോ, അതിനപ്പുറത്തേക്ക് ജയിൽ വകുപ്പിലെ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് സമാനമായി ഇത്തരത്തിൽ ഈ കൈക്കൂലി കൈപ്പറ്റുന്നതിൽ പങ്കുണ്ടോ, ഈ സാമ്പത്തിക വിഹിതം ലഭിച്ചിരുന്നോ, ഇതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി വിജിലൻസിന്റെ അന്വേഷണം നീളുമെന്നാണ് ലഭിക്കുന്ന സൂചന. യെസ്, അതാണ് ഇപ്പോഴത്തെ പശ്ചാത്തലം. അതായത് അങ്ങേയറ്റം നാണക്കേടാകുന്ന ഒരു വാർത്ത തന്നെയാണ് ഡാൻ പങ്കുവച്ചത് എന്നുള്ളതാണ്. പരോൾ ലഭിക്കുന്നതിന് വേണ്ടി പ്രതികളുടെ പക്കൽ നിന്ന് അല്ലെങ്കിൽ പ്രതികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ പക്കൽ നിന്ന് പണം കൈപ്പറ്റുന്നു ജയിൽ DIG എന്നത് പോലീസ് സംവിധാനത്തിൽ തന്നെ നാണക്കേടാണ്. അതാകട്ടെ തുക കൈപ്പറ്റിയിട്ടുള്ളത് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ പരോളിന് ആയി വേണ്ടിയാണ് എന്നതുകൂടിയാണ്.